കച്ചവടം ഇതാണ് നമുക്കറിയാം. ഓക്കെ, കച്ചവടവും സ്റ്റാർട്ടപ്പും തമ്മിൽ എന്താ വ്യത്യാസം? നോർമൽ കച്ചവടം എന്ന് പറയുമ്പോൾ നമ്മുടെ ട്രഡീഷണൽ ബിസിനസ് മോഡൽ വരുമ്പോൾ നോർമലി ഞാൻ മനസ്സിലാവുക സിംഗിൾ കോ ഫൗണ്ടർ ആണ്. ഒരാൾ ഒറ്റയ്ക്ക് മാത്രം കളിക്കുന്ന പരിപാടി, ഒരു ചെറിയ ലൊക്കേഷനിൽ മാത്രം ചെയ്യുന്നു, ഒരുപാട് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നു. കറക്റ്റ്. ഇവിടെ മൾട്ടിപ്പിൾ സ്കില്ലുള്ള ഒരു 3-4 പേര് കൂടി ചെയ്യുന്ന പരിപാടി, അസറ്റ് പോലും ഇല്ലാതെ ഈ ബ്രാൻഡ് വേൾഡ് വൈഡ് നമ്മൾ സ്കെയിലബിൾ ആക്കുന്നു. സിമ്പിളായി പറയുകയാണെങ്കിൽ നമ്മുടെ കോഴിക്കോട് ഒരു ടാക്സി സ്റ്റാൻഡ് 10 ടാക്സി ഉണ്ട്, അവർക്കുള്ള ഓട്ടം എന്ന് പറയുന്നത് ഇവിടെ നിന്നുള്ള ലൊക്കേഷൻ മാത്രം. ഊബർ എന്നുണ്ടായ അവർ സിലിക്കൺ വാലിയിൽ സ്റ്റാർട്ട് ചെയ്തു. ആ ടെക്നോളജി പ്ലാറ്റ്ഫോമും ബ്രാൻഡും ഓൺലൈൻ സെയിൽ പ്ലാറ്റ്ഫോമും എല്ലാം കയറി വന്നു, ഗ്ലോബലി എത്തി. അപ്പൊ ഗ്ലോബലി ബിസിനസ് ചെയ്യാൻ പറ്റണം. അതെ, സ്കെയിലബിൾ ആയിരിക്കണം. ടെക്നോളജി എന്തായാലും ബാക്ക് ചെയ്യണം. നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിക്കുന്നത് ചെറിയ ബിസിനസ് ആണെങ്കിൽ വെബ്സൈറ്റ് എവിടെയാണെന്ന് ചോദിക്കുന്നത്. കാരണം നമ്മുടെ എന്തൊക്കെ നമ്മൾ ചെയ്യുന്നത്, എവിടെയൊക്കെ നമുക്ക് പ്രസൻസ് ഉണ്ട് എന്ന് അന്വേഷിക്കുന്ന കാലമായി തുടങ്ങിയിട്ടുണ്ട്. ഈ ടെക്നോളജി ഉണ്ടെങ്കിലാണ് സ്കെയിൽ ചെയ്യാൻ പറ്റുക. ഇനി ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയാം. എൻ്റെ ഒരു റിലേറ്റീവ് ആണ്, അവർ ഹൗസ് വൈഫാണ്. അവർ ചെയ്യുന്ന ബ്യൂട്ടി പ്രൊഡക്ട്സ് ഉണ്ടല്ലോ, നമ്മുടെ അലോവേര ജെല്ല്, സോപ്പുകൾ, മനസ്സിലായി, വീട്ടിലിരുന്നു കൊണ്ട് ഇൻസ്റ്റാഗ്രാം പേജിലാണ് സ്റ്റാർട്ട് ചെയ്തത്. ഒരു വെബ്സൈറ്റ് മാത്രം മിക്സി കോഡ് എന്തോ ഉണ്ടാക്കി ഇപ്പോൾ 8-9 കൺട്രീസിലേക്ക് അവര് വീട്ടിലിരുന്നുകൊണ്ട് സംഗതി ചെയ്യുന്നുണ്ട്. അതാണ് ശരിക്കും ഇപ്പോഴത്തെ ഒരു പവർ ഓഫ് D2C ആസ് വെൽ ആസ് ഇ കോമേഴ്സ്. ഒരു പേഷ്യൻസ് വേണം. ആള് ബേൺ ചെയ്തില്ല, 4 വർഷം എടുത്തു, പക്ഷേ ഷീസ് ഏർണിംഗ് ഗുഡ്. കറക്റ്റ്. അപ്പൊ നിങ്ങളൊരു ജേർണി അങ്ങനെ തന്നെയാണല്ലോ. ഇപ്പൊ GHC ഗ്രോത്ത് ലാബ്, അത് എങ്ങനെയാണെങ്കിൽ ഒരു പ്ലാറ്റ്ഫോമിൽ സ്കെയിലബിൾ ബിസിനസ് മോഡൽ ആക്കാൻ ശ്രമിക്കുന്നത്? ഡെഫിനറ്റ്ലി. കൺസൾട്ടിങ് എന്ന് പറയുന്നത് ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള ഏരിയ ആണ്. ഇപ്പൊ കോഴിക്കോട് ഒരാൾക്ക് ഒരു എക്സ്പേർട്ടിനെ കാണണമെങ്കിൽ ഈ സെഗ്മെന്റിൽ എക്സ്പെർട്ട് കൊച്ചിയിലേക്കോ അല്ലെങ്കിൽ ദൂരേക്കോ വരണം. അപ്പൊ അവൈലബിലിറ്റി കൺവീനിയൻസ് ക്രിയേറ്റ് ചെയ്യാം ഒരു ആശയമാണ് നമുക്ക് ആദ്യം ഉണ്ടായത്. അപ്പോൾ നീഷ് ആയിട്ടുള്ള ഏരിയ നമ്മൾ സ്പെഷ്യലൈസ് ചെയ്തു, ഒരു ഐഡിയ ടു ഫണ്ടിങ്. അതിലേക്കുള്ള ഏരിയ മാത്രമേ അഡ്വൈസ് ചെയ്യുന്നുള്ളൂ. ബാക്കിയെല്ലാം കോമൺലി അവൈലബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണല്ലോ. അതിലേക്ക് ഒരു കൺസൾട്ടേഷൻ പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്തു. ആദ്യം നമ്മൾ ചൂസ് ചെയ്ത് ഫ്രീമിയാണ്. ഫ്രീ ആയിട്ട് ഒരു 1000 പേരിലേക്ക് ഈ സംഗതി ടെസ്റ്റ് ചെയ്തു. ആഫ്റ്റർ സെർട്ടൈൻ 2 years ആണ് നമ്മൾ പെയ്ഡ് ആയിട്ട് സർവീസ് എന്നുള്ള ലെവലിലേക്ക് എത്തിയത്. പക്ഷെ സർവീസിനും ഒരു ചലഞ്ച് ഉണ്ട്, ഒരു പേഴ്സണൽ സെൻട്രിക് ആണ്. അൾട്ടിമേറ്റ്ലി ഒരു പ്രൊഡക്റ്റ് എന്ന ലെവലിലേക്ക് പിവറ്റ് ചെയ്യാതെ ഒരാൾക്ക് ഒരു സ്കെയിലബിൾ മോഡല് കൺസൾട്ട് ചെയ്യാനുള്ള ലിമിറ്റ് ഉണ്ടല്ലോ. ഓക്കെ, അപ്പൊ അതെങ്ങനെയായിരിക്കും ആ സ്കെയിലബിൾ, നിങ്ങൾ കാണുന്ന ആ സ്കെയിലബിൾ ഓപ്പർച്യൂണിറ്റി എങ്ങനെയാണ്? ഞങ്ങളിപ്പോ വർക്ക് ചെയ്യുന്ന ഒരു സെഗ്മെന്റ് ആണ് ഇൻവെസ്റ്റ്മെന്റ്സ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിങ് എന്ന് പറയുന്ന സെഗ്മെന്റിൽ ഈ സ്റ്റാർട്ടപ്പ് ഫണ്ട് റേസിംഗ് ഇൻവെസ്റ്റേഴ്സ് നമ്മളൊരു ഗ്യാപ്പ് ഉണ്ട്. ഒരുപാട് ടൈം ഡിലേ വരുന്നു, പല ആളുകൾക്ക് കറക്റ്റ് ഫണ്ടിങ് കിട്ടുന്നില്ല, ഒരു സ്കാം നടക്കുന്ന ഒരു ഏരിയയും കൂടിയാണ്. ഇതിനൊരു എയുടെ പോസിബിലിറ്റിയോട് കൂടിയിട്ട് നമ്മൾ പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്യണം. വളരെ നീഷായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. അത് കൃത്യമായ ആളുകളിലേക്ക് എത്താൻ പറ്റിക്കഴിഞ്ഞാൽ ശരിക്കും നമുക്കൊരു ഫൗണ്ടർ എന്ന ലെവലിലേക്ക് മൂവ് ചെയ്യാനായിട്ട് പറ്റും. ഡെഫിനറ്റ്ലി അതൊരു പാസീവ് ഇൻകം ആയിട്ട് ജനറേറ്റ് ചെയ്യുകയും ചെയ്യും. ക്രോസ് സെല്ലിംഗ് എന്ന ലെവലിൽ കൺസൾട്ടിങ്ങിന് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും. ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്ന ഒരാൾക്ക് കുറച്ച് കഴിയുമ്പോൾ കൺസൾട്ടിങ് ആവശ്യമായിട്ട് വരികയും ചെയ്യും. അവർ നാച്ചുറലി ഈ ഒരു പൂളിലേക്ക് വരികയും ചെയ്യും. മനസ്സിലായി. അത് ഏത് ഫൗണ്ടർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന പ്ലാറ്റ്ഫോമാണ്. അതൊരു B2B ആണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. വളരെ കുറച്ച് പെർസെന്റേജ് D2C യിലേക്കും അത് കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ.